ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിനീസ് വേൾഡ്. ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്ന ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേളയ്ക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് മലയാളീസ് നടത്തുന്ന പരിപാടിയായിരുന്നു. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോ ആയത് കേട്ടോ. അപ്പോൾ ഇത് നടന്നത് എന്താണെന്ന് വെച്ചാൽ 2025 ജാനുവരി 19 ആയിരുന്നു കേട്ടോ. വൈകുന്നേരം 5 മണിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ കാണുന്നുണ്ട്, അവിടെ ഫുഡ് ഫെസ്റ്റിവലാണ് കേട്ടോ. കേരളത്തിൻ്റെ 14 ജില്ലകളിലെയും പലതരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ ലഭ്യമായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കഴിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതാണ് പ്രകൃതി ചെയ്ത് കേട്ടോ. പ്രകൃതിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ കുട്ടനാടൻ താറാവ് കറി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പുഴുക്കുണ്ടായിരുന്നു. അങ്ങനെ പലതരം വെറൈറ്റി ഫുഡുകൾ. കോട്ടയം ജില്ലക്കാരാണെങ്കിൽ കോട്ടയം ജില്ലക്കാരുടേതായ ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നത് കൊണ്ടും നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട്, ഇപ്പോൾ കിഴക്കനാട്ടിൻ്റെ ഫുഡാണെങ്കിൽ കെട്ടിച്ച് വിട്ടത് കിഴക്കനാട്ടിലായതുകൊണ്ട് അവിടുത്തെ ഫുഡും കുട്ടനാടൻ ഫുഡും നമ്മൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞ് നമുക്കൊന്നും കഴിക്കാനായിട്ടൊന്നും തോന്നിയില്ല. കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നുകൊണ്ട് നമ്മളിതെല്ലാം ഓൾമോസ്റ്റ് കഴിച്ചിട്ടായിരുന്നു വന്നത്. കരിമീനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. ഒത്തിരി ആളെന്ന് വെച്ചാൽ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ പരിപാടികൾ ആരംഭിച്ചു. അപ്പം ഇതൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേൾപ്പിക്കാഞ്ഞത്. അപ്പോൾ പരിപാടികൾ പിന്നെ പിള്ളേരുടെ കലാപരിപാടികൾ, ഒരുപാട് കലാപരിപാടി, ഡാൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ മലയാളീസ് ആയിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി സൂപ്പർ പരിപാടിയായിരുന്നു. പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ജാസി ഗിഫ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഇത് കേട്ടോ. നമ്മുടെ മുന്നിലിരുന്നവർ ഭയങ്കര അടിച്ചു പൊളിച്ച് ഭയങ്കര ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനത്തെ ഞാനതാണ് ഈ വീഡിയോസൊക്കെ ഓടിച്ചു വിട്ടിരിക്കുന്നത് കേട്ടോ. അത് കോപ്പിറൈറ്റ് വരും പാട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് അങ്ങനെ പിള്ളേർ കുറേ കലാപരിപാടികൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കര ആകാംക്ഷയോട് നോക്കിയിരിക്കുമായിരുന്നു ജാസി ഗിഫ്റ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഈ പരിപാടി നടക്കുന്ന സമയത്തും അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് കക്കയിറച്ചി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ അങ്ങനെ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ പേരല്ലേ പറയുന്നത്. അപ്പം അവിടെ ഇവിടെ പിള്ളേരുടെ പരിപാടി നടക്കുന്ന സമയത്തും അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നല്ല അടിപൊളി നല്ല രീതിയിൽ പരിപാടികൾ നടന്നു. എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നുവട, പരിപ്പുവട എല്ലാം ലൈവായിട്ട് ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അതുപോലെ നല്ലതായിരുന്നു, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റായി. 5 മണിയെന്ന് പറഞ്ഞപ്പോൾ ഒരു 6:30 തുടങ്ങിയപ്പോൾ. കാര്യം അന്ന് പതിവില്ലാത്തൊരു മഴയായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ ആ മഴ കാരണം നമ്മൾക്ക് ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. പിന്നെ മഴ പെയ്യുമോ എന്നുള്ള ടെൻഷൻ കാരണം പിന്നെ നമുക്ക് സ്റ്റേജൊക്കെ അവർ പെട്ടെന്ന് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അതിന് സമയം കുറച്ച് ഏറെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 6:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു പരിപാടി തുടങ്ങിയത്. അതായിരുന്നു കുറച്ച് നമുക്ക് ഡിലേ ആയത്. അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ കുറേ നേരം പിന്നെ പരിപാടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 1 ഹവറെങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു ജാസി ഗിഫ്റ്റ് വന്നത്. അപ്പം അത് ഞാൻ ഓടിച്ചു വിട്ടിട്ടില്ല, മ്യൂട്ട് ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അത് ഇനി കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസ്. പിള്ളേരുടെ ഡാൻസ്, നല്ല പാട്ടുകൾ, നല്ല ഡാൻസുകൾ, നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഓടിച്ചു വിട്ടത് കേട്ടോ. അപ്പം കുറേ അങ്ങനെ പിള്ളേരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് പ്രകൃതിയുടെയൊക്കെ ഡാൻസ് ആയിരുന്നു, കുഞ്ഞു പിള്ളേരുടെ ഡാൻസ്. അവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. ഇത് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഈ യൂട്യൂബിൽ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാ സോങ്സൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. വേറൊന്നും ഉണ്ടല്ല, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ജാസി ഗിഫ്റ്റ് വന്നത്. ആ വീഡിയോ ഞാൻ ഓടിച്ചു വിട്ടിട്ടില്ല, മ്യൂട്ട് ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് അടുത്ത ഇതിലാണ് ജാസി ഗിഫ്റ്റ് വരുന്നത്. അപ്പം ഫുൾ മലയാളീസ് ആണ് കേട്ടോ. സ്റ്റേജ് ഫുള്ള്, നമ്മുടെ ഗ്രൗണ്ട് ഫുള്ളും ആളെന്ന് വെച്ചാൽ ഫുള്ളും ആളായിരുന്നു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. 10, 10:30, 11, 11:30 വരെയും പരിപാടികൾ ഉണ്ടായിരുന്നു. രാത്രി 11:30 വരെയെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും ടൈമൊന്നും ഇരുന്നില്ല, നമ്മൾ അതിനെക്കാട്ടും മുമ്പേ അങ്ങ് പോയി. നമ്മുടെ മുന്നിൽ ഇരുന്ന ചേട്ടന്മാർ ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. ആ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര ഡാൻസായിരുന്നു. നമ്മളും അത്യാവശ്യം പിന്നെ പല ഇതുണ്ട്, ഗോൾഡ്, സിൽവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് ഗോൾഡായിരുന്നു. നമ്മൾ ആ ഗോൾഡിലായിരുന്നു ഇരുന്നത്.
അങ്ങനെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നു. നല്ല കാലാവസ്ഥയായിരുന്നു, മഴയും പെയ്തില്ല, ഒന്നും പെയ്തില്ല, നല്ല കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഇരുന്നവരൊക്കെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. നല്ല കാര്യം ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ കാത്തിരുന്നതേ നമ്മുടെ ജാസി ഗിഫ്റ്റ് ഇപ്പം വരും കേട്ടോ. അപ്പം അതിന് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ലൈവായിട്ട് നേരിട്ട് കണ്ടോടവേ. അങ്ങനെ ജാസി ഗിഫ്റ്റ് വന്നു. നമുക്ക് നമ്മളോട് പറയുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സന്തോഷം. അപ്പോൾ റെഡിയല്ലേ? അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ശിവന്റെ കൂടെ പ്രോഗ്രാം കഴിയുന്നത് ഉണ്ടായിരിക്കാറുണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. അവരുടെ കൂടെ വന്നവരും ഒക്കെ ആയിട്ട് നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു. ഈ ചേച്ചിമാരുടെയൊക്കെ പാട്ട് നല്ല സൂപ്പറായിരുന്നു, നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. കുറേ മലയാളം പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒത്തിരി ടൈമായിരുന്നു. ഒന്നാമത് പ്രോഗ്രാം തുടങ്ങിയതും കുറച്ച് ലേറ്റായിട്ടായിരുന്നു നമുക്ക് പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടും അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു കുറച്ച് നേരം കണ്ടു കേട്ടോ. കുറേ കണ്ടത്രയും നല്ല പരിപാടികളായിരുന്നു. ലാസ്റ്റ് വരെയും നല്ല അടിപൊളിയായിരുന്നെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പം നല്ല പ്രോഗ്രാമായിരുന്നു. ഒത്തിരി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതും ഗംഭീരമായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നായിരുന്നു പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അങ്ങനെയൊക്കെ ഫുഡും എല്ലാവരും കഴിച്ചു, എല്ലാവരും തൃപ്തിയായി. ഈ ടൈമിലും അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തോരം ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല നല്ല ഭംഗിയായിട്ട് നടന്നു. ഈ പറഞ്ഞതുപോലെ മഴ നമുക്ക് അന്ന് പതിവില്ലാത്തൊരു മഴയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു, സൺഡേ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മഴയും പെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എല്ലാവർക്കും, ഈ പരിപാടി നടത്തുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പരിപാടി നടത്തുമ്പോൾ മഴ പെയ്യുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു, മഴ പെയ്തില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പാണിപ്പം ഇവിടെ. അപ്പം അങ്ങനെ എല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കണ്ട പരിപാടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ജോലി ഭാരവും സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ മാറ്റി വെച്ച് ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും ഇരുന്ന് കാണണം, സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ